ഞാനൊരു നിയമം പിടിച്ച ആളായതുകൊണ്ടും ഞാനൊരു വക്കീലായതുകൊണ്ടും കോടതി വിധികളെ നമ്മൾ ബഹുമാനിക്കണം. അതാണല്ലോ ഈ നാട്ടിലെ നമ്മുടെ നടപ്പ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മേൽക്കോടതികളുണ്ടല്ലോ, അത് അതിന്റെ വഴിയിൽ വരട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മേൽക്കോടതി ഇപ്പോഴത്തെ വിധി കണ്ടിട്ട് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ? അത് പറയാൻ നമ്മളിപ്പോ എനിക്കായാലും അലിക്കായാലും ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിന്റെ വിധി പറയേണ്ടത് ജഡ്ജാണ്. പിന്നെ ആ ജഡ്ജി പറഞ്ഞത് തെറ്റായിപ്പോയോ എന്ന് തീരുമാനിക്കാൻ മേൽക്കോടതി ഉണ്ട്. ആ മേൽക്കോടതി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാമെന്നല്ലാതെ അവിടെ ബാബുരാജ് ആരാണ് പറയാൻ, അലി ആരാണ്, ആരുമല്ല. നമ്മുടെ ഒരു നിയമ സംവിധാനത്തിൽ അങ്ങനെയാണ് കാര്യങ്ങൾ. അത് ദിലീപിനെ പുറത്താക്കിയിരുന്നു അമ്മയിൽ നിന്നും. ദിലീപിനെ തിരിച്ചെടുക്കുക ഇപ്പോഴത്തെ കീഴ്ക്കോടതിയിലെ വിധി അനുസരിച്ച് ദിലീപിനെ തിരിച്ചെടുക്കാവുന്ന ഒരു നടപടിയിൽ ഫെഫ്ക ആദ്യം മുന്നിട്ട് വന്നു. അപ്പോൾ ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നു. അങ്ങനെ നിർമ്മാതാക്കൾ സംഘടന അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. താരസംഘടന അമ്മയുടെ ഒരു മെമ്പറാണ് ഇപ്പോൾ താങ്കൾ, സംഘടനയിലെ മെമ്പർ മാത്രമേ ഉള്ളൂ. അത്തരം ഒരു തീരുമാനം വന്നാൽ താങ്കൾ എന്ത് ചെയ്യും? ഇപ്പൊ അമ്മയിൽ തിരിച്ചെടുക്കുന്ന ദിലീപിനെ എടുക്കുന്ന കാര്യമായിട്ട് വന്നാൽ? അല്ല, അതെല്ലാം ഇനി അമ്മയുടെ ഭാരവാഹികൾ തീരുമാനിക്കണ്ടല്ലേ. നമുക്ക് അതിനകത്ത് പറയാനുള്ള ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയൊക്കെ വരുമ്പോൾ സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ്. എല്ലാ അംഗങ്ങളും തീരുമാനിക്കുന്നത് പോലെയാണല്ലോ. അല്ലാതെ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഞാനൊരു അംഗം മാത്രമാണ് താങ്കൾ പറഞ്ഞ പോലെ. അപ്പൊ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. പിന്നെ ഓരോ സംഘടനയ്ക്കും തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടല്ലോ. പണ്ട് പറയുന്നുണ്ടായിരുന്നു, അന്ന് WCC അംഗങ്ങൾ പോയപ്പോൾ കത്ത് തന്നാലാണ് തിരികെ ഒരു നിയമമുണ്ടല്ലോ. അമ്മയ്ക്കൊരു നിയമമുണ്ട്, ആദ്യം പുറത്തായാലും പുറത്താക്കിയ ആളാണ് ആദ്യം അപേക്ഷ തരണം. അങ്ങനെ ഒരു കീഴ്വഴക്കം തന്നെ ആയിരിക്കും ദിലീപിനും ഉണ്ടാകുക. അല്ല, അത് ഞാനല്ലല്ലോ പറയണ്ടേ. അതിപ്പോ തീർച്ചയായിട്ടും ബൈലോയിൽ എന്ത് പറയുന്നോ അതനുസരിച്ച് തീർച്ചയായിട്ടും വേണം. അതൊക്കെ ഇപ്പൊ ഭരണത്തിലുള്ള ആൾക്കാരല്ലേ തീരുമാനിക്കണ്ടേ. അവരത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സ്ത്രീകളാണ്, അവർക്കറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. ഇപ്പോഴത്തെ ഭരണം എങ്ങനെയുണ്ട്? ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ. പിന്നെ എല്ലാ പ്രോഗ്രാമൊക്കെ ആയിട്ട് അല്ല, പിന്നെ അവര് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. എല്ലാവരും 17 പേരും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരത് നന്നായിട്ട് കൈകാര്യം ചെയ്തോളൂ. സ്ത്രീകൾ തലപ്പത്തിരിക്കുന്ന സമയമാണ് അതിജീവിത വിഷയത്തിൽ. ആ സമയത്ത് പോലും ആ സംഘടനയിൽ ഒരു പ്രതികരണം ഇല്ലാത്തതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, ഞാൻ ഈ സമയത്ത് ലാലേട്ടനെയാണ്. ഈ സമയത്ത് പാവം ലാലേട്ടനായിരുന്നെങ്കിൽ ദൂരം കഷ്ടപ്പെടേണ്ടതെന്ന് തന്നെയല്ലേ. ഇപ്പോ ഇവരായതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും. ലാലേട്ടൻ എങ്ങനെ ആയിരുന്നെങ്കിലും ഇതിന്റെ തലപ്പത്തായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു നിങ്ങളെല്ലാവരും കൂടി വീർപ്പ് മുട്ടിച്ചാണ്. അപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഇത് മാറിയത് നന്നായി എന്ന് ചിന്തിക്കുകയാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ് വിവാദമാക്കേണ്ട കാര്യമില്ല. ഇതാണ് ഇപ്പൊ നമുക്ക് വരട്ടെ, ഇനിയും സമയങ്ങളുണ്ടല്ലോ. ഒറ്റ ചോദ്യം കൂടി, താങ്കൾ പറഞ്ഞതിൽ തന്നെയാണ് ചോദ്യം. ആ എസ്കേപ്പിസത്തെ താങ്കൾ എങ്ങനെ കാണുന്നു എന്നതായിരുന്നു ചോദ്യം. ആരുടെ? ഇപ്പൊ താങ്കൾ പറഞ്ഞു തലപ്പത്ത് മോഹൻലാൽ ആയിരുന്നെങ്കിൽ ഏത് നിലയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടേനെ. ഇപ്പൊ ഉള്ളവർ മറുപടി പറയേണ്ടത് ഇപ്പൊ തലപ്പത്തിരിക്കുന്ന. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ സ്ത്രീകൾ തലപ്പത്തുള്ളവർ അവർ മറുപടി പറയും. ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അമ്മ എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ എല്ലാവരും ഒരു വികാരമാണ്. ഇപ്പൊ ഈ മഹാരാജാസ് കോളേജിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഇവിടെ ആരെങ്കിലും അറിയാം. അതൊരു മഹാരാജാസ് എന്ന് കേൾക്കുമ്പോൾ ഒരു വികാരം എന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. അപ്പോൾ അതിന്റെ തലപ്പത്ത് ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിന് ഇന്നല്ലെങ്കിൽ നാളെ അവരതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അവരതിന് അനുകൂലമായ ഉത്തരം പറയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിധി വന്നതിന് ശേഷം പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സംവിധായകൻ വിനയം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കുറ്റമുക്തനാക്കിയ നിലയ്ക്ക് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ പല സംഘടനകളും ധൃതി പിടിച്ച് തിരിച്ചെടുക്കുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചെടുക്കുന്നു, പുറത്താക്കിയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചെടുക്കാൻ ധൃതി കാണിക്കുന്നു എന്നൊരു അഭിപ്രായമായിരുന്നു. അത്തരം കാര്യങ്ങളോടെല്ലാം യോജിക്കുന്നുണ്ട്. എന്തായാലും വിധി വന്നല്ലോ, കുറ്റമുക്തനാണ് ദിലീപ് എന്ന കാര്യത്തിൽ. അല്ല, അതിനകത്ത് ചിലത് ഓരോ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവര് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അവിടെ ഇപ്പൊ ഞാനോ നിങ്ങളോ നമ്മുടെ പൊങ്കാല ടീമോ അല്ല തീരുമാനിക്കേണ്ടത്. കാരണം അത് അവരുടെ അദ്ദേഹത്തിന് എത്ര പെട്ടെന്ന് പുറത്താക്കിയോ ഇല്ലേ, പുറത്താക്കാൻ കാണിച്ച വ്യഗ്രത ഉണ്ടല്ലോ, ഇതുപോലെ തന്നെയായിരിക്കും അവർ തിരിച്ചെടുക്കുന്നതും. അതൊക്കെ അവരുടെ തീരുമാനങ്ങളല്ല, ആ തലപ്പത്തിരിക്കുന്നവരുടെ തീരുമാനങ്ങളല്ലേ. അതിൽ നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. ആ പറയുന്നത് തെറ്റാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ ഒരു വിധിന്യായത്തെ മാനിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഇത്. പിന്നെ നമുക്ക് ആ കുട്ടിയോടുള്ള അനുകമ്പ, ആ കുട്ടിയോടുള്ള സ്നേഹം, അതൊന്നും ഒരു മാറ്റവും ഇല്ല. നമ്മൾ അന്ന് ഇങ്ങനെ നിന്നു, അതനുസരിച്ച് തന്നെ ആയിരിക്കും ഇപ്പോഴും. ബാക്കി അതിലെന്തൊരു ചോദ്യമാണ് അതിനകത്ത്. അതങ്ങനെ മാറുന്ന കാര്യമാണോ? അതൊന്നും ഒരിക്കലും മാറുന്ന കാര്യമല്ലല്ലോ. പക്ഷെ കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു.
അതിനകത്ത് നമുക്കിപ്പോ ഇപ്പൊ ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറഞ്ഞ പോലെ അതിൽ ഏത് വശമാണ് സത്യം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്, ഇല്ലേ? ഇപ്പൊ നമുക്കൊരു വിധി വന്നു, ആ വിധിയെ നമ്മൾ മാനിക്കുന്നു, നമുക്ക് നോക്കാം. അന്നും അതിജീവിതമായിട്ട് താങ്കള് ഫോണിലൊക്കെ സംസാരിച്ചൊരു വ്യക്തിയാണ്, ആ വിഷയങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷൻ അതിജീവിതമായിട്ട് നിങ്ങൾ സംസാരിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നു താങ്കൾ വ്യക്തി എന്ന നിലയിൽ? ഞാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ, ഞാൻ ഡെറാഡൂണിലായിരുന്നു, ഞാൻ സംസാരിച്ചിട്ടില്ല. എന്ത് സംസാരിക്കാനാന്നേ, ഇല്ലേ? നമ്മളതിനകത്ത് വരട്ടെ. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടല്ലേ, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം.